ഇനി ലാസ്റ്റ് ആയി ഞാൻ പറയാൻ പോകുന്നത് ഇൻവിസിബിൾ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡിനെ പറ്റിയാണ്. സോ ഇൻവിസിബിൾ, എന്തുകൊണ്ടാണ് ഇൻവിസിബിൾ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്? അതിന്റെ വലിപ്പവും അതുപോലെ തന്നെ ആ ചെവിയിൽ വെച്ചേക്കുന്ന ഏരിയയും വെച്ചിട്ട് ഈ ഹിയറിംഗ് എയ്ഡ് കാഴ്ചയിൽ ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ആണ്. ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഇത് ഇൻവിസിബിൾ ആണ്. സോ നമ്മൾ ചെവിയുടെ അകത്തേക്ക് ഡീപ്പ് ഇൻസൈഡ് ആയിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഹിയറിംഗ് എയ്ഡ്സിൽ ഏറ്റവും വലിപ്പം കുറവുള്ളൊരു ഹിയറിംഗ് എയ്ഡ് ആണിത്. അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന റേഞ്ചും അതുപോലെ തന്നെ കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള ലോസ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി കൺസേൺഡ് ആവുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ ഇൻ ദ കനാൽ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ്സിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് പറയാനുണ്ട്. സോ ഓരോ ഹിയറിംഗ് എയ്ഡ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിന്റെ ഓരോരോ ആക്സറീസിനെ പറ്റിയും വീഡിയോസ് ഞാൻ ഇനി വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.